നോക്കേ, ആഹാ ദൈവമേ, ഈ പ്രാവശ്യത്തെ ക്രിസ്മസിന്റെ സ്പെഷ്യൽ ആണെന്നാ തോന്നുന്നത്. വൈറ്റ് പോർട്ടിക്ക് കൊണ്ടുപോയി ഈ പ്രാവശ്യത്തെ ക്രിസ്മസിന്റെ എല്ലാ ക്രെഡിറ്റും. നമുക്കൊന്ന് കയറി നോക്കിയാലോ? വാ, ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് അറിയണം. ഞാൻ ഇന്ന് അടൂരിലാണ് നിൽക്കുന്നത്. അടൂരിലെത്തിയപ്പം ഒരു വ്യത്യസ്തമായിട്ടൊരു കാഴ്ചയും കൗതുകവും ഒക്കെ ഉണർത്തുന്ന ഒരു കാഴ്ച കണ്ട്. അപ്പം നമ്മുടെ ഇത്തവണത്തെ ക്രിസ്മസ് ന്യൂ ഇയർ അവര് വൈറ്റ് പോർട്ടിക്ക് അടിച്ചോണ്ട് പോയി, അത് തന്നെ പറയാം. നമുക്ക് അവരുടെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ച എന്ന് വെച്ചാൽ എത്ര ഉയരത്തിലുള്ള ഒരു ക്രിസ്മസ് ട്രീ ഒരുക്കിയിട്ടാണ്. അടൂരിലെ ഫുൾ ആകർഷണം ഇപ്പോൾ വൈറ്റ് പോർട്ടിക്കയിലോട്ടാണ്. നമുക്കതിനെക്കുറിച്ചുള്ള ഒരു എന്താണ് ഇങ്ങനെ ഒരുക്കിയിട്ടുള്ള ഇവിടുത്തെ സ്റ്റാഫുകളെ കുറിച്ചൊക്കെ ഒന്ന് കണ്ട് അവരുടെ ഒരു കാര്യങ്ങളൊക്കെ അറിയാം. ഇപ്രാവശ്യത്തെ ക്രിസ്മസ് ന്യൂ ഇയർ വൈറ്റ് പോർട്ടിക്ക കൊണ്ടുപോയി. അപ്പൊ എന്താണ് ഇതിലൊരു ട്രീ ഒരുക്കാനുള്ള ഒരു കാര്യം? ട്രീ ഒരുക്കാനുള്ള ഒരു പ്രധാന റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിനെ സംബന്ധിച്ചുള്ള ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഒരു കാര്യങ്ങളും നമ്മളെ ഇങ്ങനെയുള്ള ഒരു ഫെസ്റ്റിവൽ ടൈമിൽ വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനൊരു പുതുമ കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഉദ്ദേശം. ഇത് നമ്മളിങ്ങനെ ഒരു ട്രീയുടെ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്ന് തന്നെ അതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ജൂഡി ബാബു ആണ് ഇതിന് മാനേജിംഗ് ഡയറക്ടർ. അദ്ദേഹം പറഞ്ഞ പൂർണ്ണ പിന്തുണ നമുക്കതിനെ തന്നു. നിങ്ങൾ വേണ്ട രീതിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്താൽ മതി. അപ്പം ഈ ഹോട്ടലിലെ മൊത്തം സ്റ്റാഫിന്റെ ഒരു കൂട്ടായിട്ടുള്ള ഒരു പ്രയത്നമാണ് ഈ പടുകൂറ്റൻ ട്രീ എന്ന് പറയുന്നത്. 72 അടി ഹൈറ്റിൽ വരുന്ന ഹോട്ടലിനെക്കാട്ടിൽ മുകളിൽ, ഹോട്ടലിന്റെ ടോപ്പിൽ വരിക്കുന്ന ബോർഡിനെക്കാട്ടിൽ മുകളിലാണ് ഇതിന്റെ ഹൈറ്റ് വരുന്നത്. ഞങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ഇത്രയും പ്രതീക്ഷിച്ചില്ല, പിന്നെ ചെയ്തു വന്നപ്പോൾ നമുക്ക് അത്രയും ഹൈറ്റിലേക്ക് നമുക്ക് ഇത് പോകുമായിരുന്നു. നിങ്ങൾ കഷ്ടപ്പെട്ടെങ്കിലും അതിന്റെ റിസൾട്ട് ഉണ്ടായി. തീർച്ചയായും അടൂരിലുള്ള ആൾക്കാരെയും, അടൂരിലല്ല ഇപ്പൊ ഞങ്ങള് നെല്ലുമുകളിലുള്ളതാണ്, എന്നാലും നമ്മുടെ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഇതുകൊണ്ടൊക്കെ വൈറ്റ് പോർട്ടിക്ക് ഇതൊരു സംഭവം ഉണ്ട്, പോയി കാണണേന്ന് ഒരുപാട് പേര് നമ്മളോട് പറഞ്ഞു. അപ്പൊ ഇതുവഴി ഒന്ന് വന്നാൽ തന്നെ നമുക്ക് പെട്ടെന്ന് കണ്ട ഇതിന്റെ മണ്ടക്കോട്ടൊരു നോട്ടമുണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും ഇവിടുത്തെ സ്റ്റാഫുകളും ആൾക്കാരാണല്ലേ? അപ്പൊ നിങ്ങൾ എല്ലാവരും ഒരു കൂട്ടായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഒരു ഫലമാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഒരാഴ്ച തന്നെ എടുത്തു നമുക്ക് ഇത് സെറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടി തന്നെ നമുക്ക് ഒരാഴ്ച സമയം എടുത്തു. 2 ദിവസം ഡേ നൈറ്റ് വർക്ക് ചെയ്തിട്ടാണ് നമുക്ക് ഇതിന്റെ സെറ്റിങ്സ് മാത്രം, ഇതിന്റെ ഡെക്കറേഷൻ മാത്രം നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചത്. അത് എല്ലാവരുടെയും കൂട്ടായിട്ടുള്ള ഒരു പ്രയത്നമാണ്. ഇവരെല്ലാവരും ഒത്തൊരുമിച്ച് ഇതിനകത്ത് പ്രയത്നിച്ചുകൊണ്ടാണ് ഞങ്ങൾക്ക് ഒരു ടൈമിങ്ങിൽ തന്നെ ഇത് പൊക്കി മുകളിൽ കയറ്റാനായിട്ട് സാധിച്ചു. നമ്മളിത് പൊക്കാൻ തന്നെ നമ്മൾ പുറത്തുനിന്നാണ് ക്രെയിൻ എത്തിച്ചത്. നമുക്ക് ഈ അടൂർ ഏരിയയിലൊന്നും ഇത്രയും വലിയ ക്രെയിൻ നമുക്ക് ഇല്ലാത്തതുകൊണ്ട് പുറത്തുനിന്നാണ് നമ്മൾ ക്രെയിൻ എത്തിച്ചാണ് ഇത് നമ്മൾ മുകളിലേക്ക് പൊക്കി കയറ്റി. എല്ലാ വർഷത്തെയും ക്രിസ്മസിന് വെറൈറ്റി ആയിട്ട് വൈറ്റ് പോർട്ടിക്ക് എത്താറുണ്ട്. പ്രത്യേകിച്ചും കേക്കിന്റെ ഒക്കെ കാര്യത്തിലായിരുന്നു വന്നിട്ടുള്ളത്. ഇതിപ്പം ട്രീയുടെ കാര്യത്തിൽ നിങ്ങൾ മുന്നേ പോയി. കേക്ക് ഉണ്ട് ഇപ്രാവശ്യം, വെറൈറ്റി കേക്കുകൾ ഇഷ്ടം പോലെ ഉണ്ടല്ലേ? പ്ലം കേക്ക് ചെയ്യുന്നുണ്ട് ഇപ്രാവശ്യം, എല്ലാ പ്രാവശ്യം ചെയ്യുന്ന പോലെ പ്ലം കേക്ക് ചെയ്യുന്നുണ്ട് ഇപ്രാവശ്യം. അപ്പം സ്റ്റാഫുകൾക്കൊക്കെ പറയാൻ എന്തെങ്കിലും ഉണ്ടോ? ഞങ്ങൾ തൂക്കി ക്രിസ്മസ് എന്താണ് എന്തെങ്കിലും പറയണ്ട? ഹാപ്പി ക്രിസ്മസ് ടു ഓൾ ഫ്രം വൈറ്റ് പോർട്ടിക്കോട്ടി. അതെ, ഇപ്പം എനിക്ക് തോന്നുന്നു ഈ പരിസരത്തുനിന്നല്ല, നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയൊരു ക്രിസ്മസ് ട്രീ ആണ് വൈറ്റ് പോർട്ടിക്കോ ക്രിസ്മസിനായിട്ട് ഒരുക്കിയേക്കുന്നത്. അപ്പം എല്ലാ ആൾക്കാരും വന്ന് കാണുകയും ഒരു ഫോട്ടോയും സെൽഫിയൊക്കെ എടുത്ത് നമുക്ക് ക്രിസ്മസ് അടിച്ചു പൊളിക്കാൻ തന്നെ തീരുമാനിച്ചേക്കാണ്. അപ്പം ഇവരുടെ നല്ല നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ക്രിസ്മസ് കേക്കുകളുണ്ട്, അതെല്ലാം വാങ്ങി വീടുകളിൽ എത്തിക്കുക എന്നുള്ളതും കൂടിയുണ്ട്. അപ്പം ഹാപ്പി ക്രിസ്മസ്.